ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൈനാപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കുക. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ ബട്ടറൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു സ്പോഞ്ച് കേക്കാണിത്. അപ്പം നല്ലൊരു ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ നമുക്ക് എത്ര പൈനാപ്പിൾ റൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നിങ്ങൾ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് പൈനാപ്പിളിൻ്റെ സെൻറ്ററിലുള്ള ആ കട്ടിയുള്ള ഭാഗം നമ്മൾ മുറിച്ച് മാറ്റണം. അത് നമ്മൾ വേവിച്ചതിന് ശേഷം മുറിച്ച് മാറ്റിയാലും മതി, പക്ഷെ ഞാനിത് ഫസ്റ്റ് തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പഞ്ചസാര സിറയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പൈനാപ്പിളിനെ വേവിച്ചെടുക്കുന്നത്. 20 മിനിറ്റ് നമ്മൾ ഈ പഞ്ചസാര സിറയിലിട്ടിട്ട് ഈ പൈനാപ്പിളിനെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ പൈനാപ്പിൾ വേവിച്ചെടുക്കുമ്പോൾ ഈ പൈനാപ്പിൾ മുങ്ങിക്കിടക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ വെള്ളം വെക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് പഞ്ചസാര സിറയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ പൈനാപ്പിളിന് മധുരം കുറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൈനാപ്പിളിനെ ആ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതൊരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് സീവ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ 100 ഗ്രാം ബട്ടറാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ബട്ടറും പഞ്ചസാര പൊടിച്ചതും നന്നായിട്ട് മിക്സായിട്ട് വരണം. അതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നമ്മളിതിൽ 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ കോഴിമുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ഓരോ കോഴിമുട്ടയായിട്ടാണ് നമ്മളിത് ചേർക്കുന്നതും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട ചേർത്ത് ബീറ്റ് ചെയ്തതാണ്. ഇനി നമുക്കതിലേക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേ ടൈം നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കേക്ക് വല്ലാണ്ട് കട്ടി പോവും. അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുക.
ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ ടൈം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാതിരിക്കുക. എന്നിട്ട് ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെയായിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ വെച്ച് കൊടുക്കുക. പൈനാപ്പിളിൽ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് നന്നായിട്ടതൊന്ന് തുടച്ച് മാറ്റണം. എന്നിട്ട് നമ്മൾ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ബട്ടർ പേപ്പറിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചെറിയൊക്കെ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറീസ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഓരോ പൈനാപ്പിളിൻ്റെ റൗണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ട് അതിൽ തന്നെ ഒഴിച്ചു കൊടുത്തതാണ്. നമ്മളിത് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം കാരമലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോവും. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്പൂണ് യൂസ് ചെയ്തിട്ട് ഒന്നതിൻ്റെ മേലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ഇനി നമുക്കിത് 20 to 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിനൊന്ന് കമഴ്ത്തിയെടുക്കുക. വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് ഇതിൻ്റെ മോൾ ഭാഗം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ള ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കേക്ക് കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ വെറൈറ്റി കേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.